പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന്റെ ബാക്കി പത്രം എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന നയരേഖ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നാണ് BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ ഭാഗമായി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രചരിക്കപ്പെട്ടു. അതിവേഗ റെയിൽപാത ഉൾപ്പെടെ പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മേയർ കൊടുത്ത കടലാസ് കെട്ട് തുറന്നുപോലും നോക്കിയില്ല പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി വന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി മടങ്ങിപ്പോയി. പതിവ് പോലെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ച് വാചാലനായി. മാറാത്തതിനി മാറുമെന്ന് വീമ്പിളക്കി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ എത്രമേൽ അർത്ഥശൂന്യവും പരിഹാസ്യവുമാണ് എന്ന് ആർക്കും ബോധ്യമാകും. അദ്ദേഹം വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. പക്ഷേ ശുദ്ധവായു കിട്ടാനില്ല. പ്രാണവായുവിനായി മനുഷ്യൻ പരക്കം പായുന്ന ഡൽഹിയിൽ നിന്ന് വന്ന് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചും BJPയുടെ മഹത്വത്തെക്കുറിച്ചും പറയുകയാണ് പ്രധാനമന്ത്രി. സ്വന്തം അധികാര സിംഹാസനങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്ന മനുഷ്യന് പ്രാണവായു ഉറപ്പാക്കാനാവാത്ത നിങ്ങൾ എന്ത് വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മധ്യപ്രദേശിലെ ഇൻഡോറിനെ മോദി മറക്കാനിടയില്ല. അവിടെയാണ് മലിനജലം കുടിച്ച് നിരവധി മനുഷ്യർ മരിച്ചത്. അവിടെ ഡബിൾ എഞ്ചിൻ അല്ല, ട്രിപ്പിൾ എഞ്ചിനാണ്. സംസ്ഥാനവും കേന്ദ്രവും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് BJPയാണ്. അവിടെയാണ് മലിനജലം കുടിച്ച് മനുഷ്യർ മരിച്ചത്. അത് BJPയുടെ മറ്റൊരു വികസന മാതൃക. ഈ വികസന മാതൃകകൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നാണോ BJP വാഗ്ദാനം ചെയ്യുന്നത്? ആ മാതൃക കേരളത്തിന് ആവശ്യമില്ല. ഇവിടെ ശുദ്ധവായു ഉണ്ട്, ശുദ്ധജലമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യരംഗമുണ്ട്, ഇന്ത്യക്കാകെ മാതൃകയായ പൊതുവിദ്യാഭ്യാസ സംവിധാനമുണ്ട്. ഇവിടെ തെരുവിൽ അലയുന്ന അനാഥ ബാല്യങ്ങളില്ല. പകരം കൃത്യമായി സ്കൂളിലെത്തുന്ന മനോഹര ബാല്യങ്ങളേ ഉള്ളൂ. വർഗീയ അജണ്ടകളുടെ ചരടുകളാൽ ബന്ധിക്കപ്പെട്ട PM-ശ്രീ കേരളത്തിന് ആവശ്യമില്ല. അതിനും അപ്പുറമുള്ള നേട്ടങ്ങളെ കേരളം കയ്യെത്തി പിടിച്ചിട്ടുമുണ്ട്. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, അമേരിക്കയേക്കാൾ കുറവ്. ശരാശരി 5 കേരളത്തിലെ ശിശുമരണ നിരക്ക് എങ്കിൽ ദേശീയ ശരാശരി 25. ഇത് മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്. വർഗീയ കലാപങ്ങൾ തീരെയില്ല. UPക്കും ഗുജറാത്തിനും BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും പിന്തുടരുന്ന മാതൃക കേരളത്തിന് ആവശ്യമില്ല. മാറാത്ത UPയെ ആദ്യം മാറ്റാം, പിന്നെ ഗുജറാത്തിനെ മാറ്റാം. ശുദ്ധവായു കിട്ടുന്ന പ്രദേശമാക്കി ഡൽഹിയെ മാറ്റൂ. ശുദ്ധജലം കിട്ടുന്ന നാടായി ഇൻഡോറിനെ മാറ്റൂ. എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന കേരളത്തെ പോലെ BJP ഭരിക്കുന്ന പ്രദേശങ്ങളെ മാറ്റൂ. കേരളത്തെ മാറ്റാൻ പ്രധാനമന്ത്രി, അങ്ങയുടെ പാർട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും വയനാട് ദുരന്തത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു.